ഹലോ, വെൽക്കം ടു പൊന്നീസ് ലക്ഷ ടൈം. നമുക്കിന്നൊരു കക്കാർച്ചി വറുത്തെടുക്കാം കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുക, എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കക്കാർച്ചി നന്നായിട്ട് കഴുകി അതിനകത്തെ വേസ്റ്റ് എല്ലാം ഞെക്കി കളഞ്ഞ് അതിന് ശേഷം ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് ഉരുട്ടി നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മസാലപ്പൊടി, അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഓരോ സ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം അഡീഷണൽ വേറെ ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്താണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കുറച്ചും കൂടിയും എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കക്കാർച്ചി ഇട്ട് വറുത്തെടുക്കാം. കക്കാർച്ചി വറുത്ത് പോരുന്ന എണ്ണ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഓവറായിട്ട് എണ്ണ ഒഴിക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കക്കാർച്ചി മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത്, കാന്താരി, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതാണ്. കാന്താരിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചാണ് ഇട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്കിനി അല്പം പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടികൾ ചേർത്തിട്ടുള്ളതാണ്. അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
ഒരു 1/4 സ്പൂൺ വീതം ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ.